ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് ചെറിയൊരു ഹാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുന്നത് സ്ത്രീകളും ഒരു ടീനേജിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എനിക്ക് വളരെയധികം വർക്കായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അതെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ലോ, ഞാൻ ഉപയോഗിച്ച് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതായത് വളരെ കുഞ്ഞു കുട്ടികളല്ല എങ്കിൽ പോലും ഒരു ടീനേജിലൊക്കെ ഉള്ള കുട്ടികളും അങ്ങനെയൊക്കെ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും, അത് ഒരു സ്ത്രീജന വിഭാഗത്തിന് ഞാൻ എടുത്തു പറയാണ്. അത് പറയാൻ വേറൊന്നുമല്ല, കാരണം ആക്ച്വലി നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവും അല്ലെ. അപ്പോ നമ്മളുടെ ബോഡി സ്മെല്ല് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അത് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ നമുക്ക് പീരീഡ്സ് ആവുന്നതിന് മുമ്പും ആവുന്ന സമയത്തും ആയി കഴിഞ്ഞ ശേഷവും അല്ലാത്ത സമയത്തും പിന്നെ പല സമയങ്ങളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ കഴിക്കുന്ന പല ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തും നമ്മൾ വെള്ളം കുടിക്കുന്ന രീതി, ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് വളരെയധികം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അണ്ടർആംസിലത്തെ സ്മെല്ല്, വിയർപ്പ് മണം അല്ലെ. അപ്പൊ ഈ വിയർപ്പ് മണത്തിന് നമ്മള് പല രീതിയിൽ മെയിൻ ആയിട്ട് നമ്മള് ഡിയോ ഉപയോഗിക്കും, പെർഫ്യൂംസ് യൂസ് ചെയ്യും, ഇതൊക്കെ നമ്മൾ ചെയ്യും. ചില സിറ്റുവേഷൻസിലൊക്കെ ചില പെർഫ്യൂമിന് നമ്മുടെ ആ ഒരു വിയർപ്പ് മണമായിട്ട് കുറച്ച് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ഇതുണ്ട്. അപ്പൊ അതും കൂടി ആയിക്കഴിഞ്ഞാൽ രണ്ടും കൂടി വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. പലരെയും നമുക്ക് പിന്നെ റീയൂസ് ചെയ്യും, ചിലര് ഇട്ട ഡ്രസ്സ് വീണ്ടും 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 യൂസ് ചെയ്യും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിയർപ്പ് മണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ആ ഒരു സ്മെല്ല് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വീണ്ടും റീയൂസ് ചെയ്യരുത്. നിങ്ങൾ ഇത് എവിടെ വേണമെങ്കിലും നോക്കിക്കുക, ഏറ്റവും കൂടുതൽ വിയർപ്പ് മണം ഉണ്ടാവാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചാൽ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ റീയൂസ് ചെയ്യുമ്പോഴാണ് ഈ സ്മെല്ല് ഉണ്ടാവുക. ഓൾറെഡി നമ്മൾ പിന്നെ അല്ലെങ്കിൽ വെയിൽ കൊള്ളിച്ചാലും അതങ്ങനെ കംപ്ലീറ്റ്ലി പോവില്ല, കാരണം നമ്മൾ ചൂട് വീണ്ടും നമ്മുടെ ശരീരത്തിലിട്ട് വീണ്ടും വിയർക്കുമ്പോൾ ആ ഒരു സ്മെല്ല് വീണ്ടും കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ പേഴ്സണലി അങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടാറില്ല. റയർലി ഒക്കെ ഞാനും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വീട്ടിലിടുന്നതാണ്. അതല്ലാതെ പുറത്തു പോകുമ്പോൾ ഞാൻ കഴിയുന്നതും അവിടെ മാറ്റി വെക്കും, കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ അതെടുത്ത് വാഷ് ചെയ്യും, അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഇടാനായിട്ട് തോന്നാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻസിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ്, അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളിച്ച് എടുത്തു വെക്കും എന്ന് മാത്രം, പിന്നെ ഉപയോഗിക്കുന്നതും വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് അതാണ് നമുക്കിതിന് മെയിൻ ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ടോപ്പ് വെയേഴ്സ്, എസ്പെഷ്യലി ടോപ്പ് വെയേഴ്സ്, കാരണം മറ്റുള്ളവർക്ക് ഏറ്റവും അധികം നമ്മളിൽ നിന്ന് ബാഡ് സ്മെല്ല് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർആംസിൽ നിന്ന് തന്നെയാണ്. ഈ ചില സമയത്ത് നമുക്ക് പോലും നമ്മുടെ സ്മെല്ല് പിടിക്കില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് തന്നെ ഫസ്റ്റ് കുറയ്ക്കുക. സെക്കൻഡ് ആണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ക്ലോത്ത് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ ഇത് ഉണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്കൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ പല പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അതിൽ അണ്ടർആം പാഡ് ആണ് ഈ കുറച്ച് നാൾ മുമ്പൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പലയിടത്തും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയിക്കോളണം എന്നില്ല. ഞാനത് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇരുന്നാൽ അത് എത്രത്തോളം. വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ കുറച്ച് തിക്കായ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് അത് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിക്കാനും കൂടി ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സൊല്യൂഷൻ കാണാമെന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഒരു ദിവസം വെറുതെ ഇങ്ങനെ എവിടേക്കോ പോകുന്ന ഫംഗ്ഷന് പോയ സമയത്താന്ന് തോന്നുന്നു, എനിക്ക് എന്റെ സ്മെല്ല് പറ്റാതെ ആയപ്പോ ഞാൻ എന്റെ കയ്യിൽ എപ്പോഴും കരുതുന്ന ഒരു സാധനമാണ് വെറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ വെറ്റ് ടിഷ്യൂ ഞാൻ വാങ്ങിച്ചു തുടങ്ങിയിട്ടുള്ളത് ആക്ച്വലി മോൾക്ക് വേണ്ടിയിട്ടാണ്. മോളെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കും. ആ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഒരു വാഷ്റൂമിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആയിരിക്കില്ല നമ്മൾ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ പള്ളിയിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഇരുന്ന് സ്നാക്സ് കഴിക്കും. അപ്പൊ എല്ലാ പ്രാവശ്യം വാഷ്റൂമിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം. പിന്നെ എന്നെ പോലത്തെ അമ്മമാരാണെങ്കിൽ പറയണ്ട, വല്ല തുണിക്കടയിലോ മാളിലോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല ദേഷ്യം വരും അല്ലേ. അപ്പൊ എന്താ പറയാ, അങ്ങനത്തെ ഒരു കാര്യം കൂടി ആയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇത് അവൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എവിടെയോ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എനിക്ക് ഇതേപോലെ വിയർപ്പ്, പരിപാടിക്ക് പോയപ്പോഴല്ല, പോകുന്നതിന് മുമ്പ് നമ്മള് ഡ്രസ്സൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ടല്ലേ പിന്നെ നമ്മുടെ ബാക്കി മേക്കപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. കാര്യമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടൊന്നുമല്ല എങ്കിൽ പോലും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും എനിക്ക് ഭയങ്കര സ്മെല്ലായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ വെറുതെ അവിടെ ഇരുന്ന വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് മോൾക്ക് കൊണ്ടുപോകാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു, 2 അണ്ടർആംസ് നന്നായിട്ട് വൈപ്പ് ചെയ്തു. ആ വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ആ സ്മെല്ല് നന്നായിട്ട് പോയതായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ സംഗതി എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മളത് കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളത് ഞാനിത് ഒന്നും കൂടി ശീലമാക്കി. എവിടെ പോകുമ്പോഴും ഇപ്പൊ എന്ത് സാധനങ്ങളില്ലെങ്കിലും എനിക്ക് ഇത് വേണം, നിർബന്ധ. അപ്പൊ അങ്ങനെ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്നെങ്കിലും ഈ സാധനം വാങ്ങിക്കൂട്ടോ, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, അത് യൂസ് ചെയ്ത് നോക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിൽ എനിക്ക് വേറെ ഉപയോഗിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്നത് ഇത് സുഡിയോന്റെ ആണ്. അപ്പൊ സുഡിയോന്റെ ഉപയോഗിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് നമ്മളിപ്പോ കുറെ ഹാൻഡ് ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ ഒരു ബാഗിൽ നിന്ന് എല്ലായിടത്തും ഇങ്ങനെ എല്ലാ സമയത്തൊന്നും മാറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. എനിക്ക് അതൊക്കെ ഇത്തിരി മടിയാട്ടോ. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരിക്കും ചെയ്യുക. എനിക്കിപ്പോ ചെയ്യണം തോന്നുന്നു ഞാൻ അങ്ങനെ വേഗം ചെയ്യും, അങ്ങനത്തെ ഒരു സ്വഭാവം. അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറവാട്ടോ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടും പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ള മടി കൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരു 4-5 ഒക്കെ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കും. എന്നാലും ബാഗിലേക്ക് മാറ്റേണ്ടി വരും. എങ്കിൽ പോലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ തിരയുമ്പോൾ കിട്ടും, എവിടുന്നെങ്കിലും കിട്ടും. ഏത് ബാഗിലാന്ന് ഓർത്ത് നടക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചു വെക്കും. അങ്ങനെ ഈ സാധനം എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഞാൻ വേറെ ഏതോ ഒരു ബ്രാൻഡും കൂടി വാങ്ങിച്ചു. അത് ഏതാന്ന് എനിക്കിപ്പോ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അത് എവിടെയാന്ന് കാണാനും ഇല്ല, ഇത് ഏത് ബാഗിലാണ് വെച്ചതെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോ സുഡിയോന്റെ ഞാൻ വാങ്ങിച്ചപ്പോ എനിക്ക് ഇറിറ്റേഷൻസ് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ചില നമ്മള് ടിഷ്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് നീറ്റലായിരിക്കും, പുകച്ചിലുണ്ടാവും, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവാം. അപ്പൊ അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളുണ്ടല്ലോ അണ്ടർആംസ് ഹെയർ റിമൂവ് ചെയ്തതിന് തൊട്ട് തന്നെ, ഇപ്പൊ ഇന്ന് റിമൂവ് ചെയ്തു എന്നിട്ട് ഒരു 24 hours ചിലപ്പോൾ നമ്മൾ വൈറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത് തന്നെ ഞാൻ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 24 hours യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അത് കാരണം അറിയില്ല ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഇച്ചിരി കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം വിയർപ്പിന്റെ സ്മെല്ല് അത്യാവശ്യം നന്നായിട്ട് കുറെ നേരത്തേക്ക്, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മളിപ്പോ കാറിലാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ AC യിൽ നമ്മൾ വിയർക്കുന്നില്ല. ഇനിയിപ്പോ നമ്മൾ തിരക്കുള്ള ഒരു ഫംഗ്ഷന്റെ ഇടയ്ക്കാണ് പോണേന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഫംഗ്ഷന് കയറുന്നതിന് മുമ്പ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഒന്നും കൂടി ഒന്ന് അണ്ടർആം ക്ലീൻ ചെയ്താൽ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകണം, നമ്മൾ ചിലപ്പോൾ ധൃതി പിടിച്ച് ഓടിയൊക്കെ ആയിരിക്കും അവിടെ എത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്തൊക്കെ ആവും പോകുന്നുണ്ടാവുക. അപ്പൊ ജസ്റ്റ് ഒരു വാഷ്റൂമിൽ കയറി ഒന്ന് തുടക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കിത് കൊണ്ട് നടക്കാൻ ഇതൊന്നും ബുദ്ധിമുട്ടില്ല. കൊണ്ട് നടക്കാൻ എന്താ പറയാ, ഒരു വേറെ എന്തെങ്കിലും കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഒരു ഡിയോയും പെർഫ്യൂം ഒക്കെ കൊണ്ട് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇത് പെർഫ്യൂം അടിക്കേണ്ട അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറെ ബ്രാൻഡിന്റെ ആണ് നിങ്ങൾ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ സുഡിയോന്റെ വാങ്ങിക്കുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ചധികം വാങ്ങിക്കാം. പിന്നെ ഇതിൽ 10 സുഡിയോന്റെ പാക്കറ്റിൽ ഉണ്ടാവുക. അപ്പൊ അതിന് 28 രൂപ 29 രൂപ അങ്ങനെ എന്തോ ആണ്, 30 രൂപയ്ക്ക് താഴെ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ സോറി, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ എനിക്കിത് കംഫർട്ടബിൾ ആണ്. അപ്പൊ എന്തായാലും ഇതേ നല്ല അഡ്വൈസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കി. ഇത് എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആകും. കാരണം ഇനി ചൂടുകാലമാണ് വരണേ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് വിയർക്കും, നല്ല അടിപൊളി വിയർപ്പ് സ്മെൽ ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, ദയവ് ഇത് നിങ്ങൾ ഇട്ട ഡ്രസ്സ് വീണ്ടും ഇടാതിരിക്കുക. ജസ്റ്റ് ഒന്ന് ഒരു സോപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ച് കഴുകാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമുക്കൊരു ക്ലോത്ത്. ഇനിയിപ്പോ വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ ഇല്ലാത്തവരോടാട്ടോ ഞാൻ പറയണേ, അങ്ങനെയൊക്കെ ഉള്ളവർ കുറവായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ തന്നെ കുറെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ഇടാതിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് ഇടുമ്പോഴാണ് ഏറ്റവും അധികം ഭയങ്കര മോശം സ്മെല്ലായിട്ട് തോന്നുന്നത്. പിന്നെ സ്റ്റുഡൻസിനൊക്കെ ഒരു പരിപാടി ഉണ്ട്, ഹോസ്റ്റലേഴ്സിനാണ് അത് കൂടുതലുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സുകൾ മുഴുവൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തിടും. ഒരാളിട്ട ഡ്രസ്സ് 2 ദിവസം കഴിയുമ്പോൾ വേറെ ആളിടും, പിന്നെ വേറെ ആളിടും. ഇത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഇതെനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്, ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇട്ടതിന് ശേഷമായിരിക്കും ഇവർ ഈ ക്ലോത്ത് വാഷ് ചെയ്യുക.
ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പലരുടെയും പല സ്മെല്ലാണ്. ആക്ച്വലി അങ്ങനത്തെ ഒരു ഫ്രണ്ട് സർക്കിളിനെ എനിക്കറിയാം. എന്നിട്ട് അവരെ പറ്റിയിട്ട് പുറത്തുള്ളൊരു കമന്റ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ബോയ്സ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കൂടെ നടക്കുന്ന ബോയ്സ് ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്ന്. അപ്പൊ അവരെന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവര് കുളിച്ചില്ല, അവരെന്നെ കുളിക്കാതെ വരണേ, അവരെന്നെ പല്ല് തേക്കാതെ വരണേ എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബോഡി സ്മെല്ല് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളുടെ ഹോർമോണൽ വ്യത്യാസങ്ങൾ പോലെ അത്ര വലിയ വ്യത്യാസങ്ങളൊന്നും ആൺകുട്ടികൾക്ക് ഇല്ല. അപ്പൊ അത് കാരണം അവരൊക്കെ അത്ര ഹെവി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത്രയും സ്മെല്ല് വരിക. പിന്നെ അല്ലെങ്കിൽ അത്രയധികം പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഡ്രസ്സ് യൂസ് ചെയ്യുക. അവരൊക്കെ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇത്തിരി നേരം എല്ലാം ഇട്ടു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും എടുത്തിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് സ്മെല്ല് പുറത്തേക്ക് വരുന്നുള്ളൂ. അല്ലാത്ത ടൈപ്പ് പിന്നെ അല്ലാതെ വരുന്നത് ചിലർക്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വിയർപ്പുള്ള ഒരു ശരീരപ്രകൃതി ഉള്ള ആൾക്കാരുണ്ടാവും, അവർക്കേ വരുള്ളൂ. അതല്ലാത്തവർക്ക് അങ്ങനെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എസ്പെഷ്യലി പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. പെൺകുട്ടികൾക്കാണ് ഇതിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ളതും കോൺഫിഡൻസ് കുറവുള്ളതും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു വെറ്റ് വൈപ്സ് യൂസ് ചെയ്ത് നോക്കൂ. ഞാനിത് ഇപ്പൊ കുറെ നാളായി യൂസ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.